എല്ലാവരുടെയും ക്ലോക്കിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും അല്ലെ. സമയം ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. മാത്സ് എക്സാമിന് ഇനിയും 2 ആഴ്ച ഉണ്ടല്ലോ, മാത്സ് എക്സാമിന് ഇനിയും ഒരാഴ്ച ഉണ്ടല്ലോ, കുറെ ദിവസങ്ങൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ മാത്സ് എക്സാമിങ് എത്തി അല്ലെ. മാത്സ് ടെക്സ്റ്റ് ബുക്ക് തുറന്ന സമയത്ത് ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ടാവും അല്ലെ. ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. എവിടെ നിന്ന് തുടങ്ങണം എന്നറിയില്ല, എന്തൊക്കെ പഠിക്കണം എന്നറിയില്ല, ഏതൊക്കെയാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ഒന്നും അറിയുന്നുണ്ടാവില്ല. ഇപ്പൊ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കായിരിക്കും. നമ്മളുടെ സ്കൂളിലാണെങ്കിൽ എല്ലാം എടുത്തിട്ടുണ്ടാവും, പക്ഷെ എടുത്ത സമയത്ത് നമ്മൾ വലുതായിട്ടൊന്നും ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. എക്സാമിനേക്ക് പഠിക്കാലോ, സിമ്പിൾ അല്ലേ എന്ന് വിചാരിച്ച് ഒഴിവാക്കി വിട്ടിട്ടുണ്ടാവും. ഇപ്പൊ ആകെ കുടുങ്ങി കിടക്കായിരിക്കും അല്ലെ. അപ്പോ നിങ്ങൾക്ക് ഉള്ള ഒരു ഹാപ്പി ന്യൂസും ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. നമ്മള് നാളെ ശനിയാഴ്ച 8 മണി മുതൽ, രാവിലെ 8 മണി മുതൽ നമ്മൾ മാത്സ് 0 അങ്ങ് തുടങ്ങാൻ പോവാണ്. നമ്മൾ 0 അങ്ങ് തുടങ്ങിയിട്ട് ഫുൾ അങ്ങ് പഠിക്കാൻ പോവാണ്. അപ്പൊ ഇതുവരെ പഠിക്കാത്തവരാവട്ടെ, ഇതുവരെ ഒന്നും നോക്കാത്തവരാവട്ടെ, ആരായിക്കോട്ടെ, നമുക്ക് അടിപൊളിയായിട്ട് സെറ്റായിട്ട് പവറായിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ് നാളെ മാത്സ്. നാളെ മാത്സ് ഫുൾ ചാപ്റ്റർ റിവിഷൻ ആയിട്ട് അജാസ് സാറും ഞാനും ഹസിൽ സാറും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, കൃത്യസമയത്ത് രാവിലെ 8 മണിക്ക് തന്നെ അടിപൊളിയായിട്ട് വന്ന് ലൈവിലിരിക്കുക. ഓക്കെ, സെറ്റ് അല്ലേ, റെഡി അല്ലേ? അപ്പൊ നോക്ക്, മിസ് എന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ റിവൈസ് ചെയ്യുന്നതിന് മുന്നേ എന്തറിയണം, ആ ചാപ്റ്ററിൽ എന്തൊക്കെയാ ഉള്ളത്, എങ്ങനെ പഠിക്കണം, ആ കാര്യങ്ങളൊക്കെ അറിയണം അല്ലെ. അപ്പോ രേഖീയ സംഖ്യകൾ അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ അടിപൊളിയായിട്ട് സെറ്റാക്കി തരാനാണ് മിസ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് അങ്ങ് പഠിക്കാൻ പോവാണ്. ഓക്കെ, സെറ്റ് അല്ലേ, റെഡി അല്ലേ? അപ്പൊ നോക്ക്, ഈ ഒരു ചാപ്റ്ററിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിലാകെ 3 കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. ഒരു 3 കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇവിടെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഏതാണ് ഈ 3 കാര്യങ്ങൾ എന്ന് നോക്കാം അല്ലെ. അപ്പൊ നോക്ക്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതാണ്. Find the distance between the 2 points on the number line denoted by each pair of number given below. സംഖ്യാരേഖയിൽ ചുവടെ പറഞ്ഞിരിക്കുന്ന ഓരോ ജോഡി സംഖ്യകളുടെയും സൂചിപ്പിക്കുന്ന ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കണക്കാക്കാനാണ്. അപ്പൊ നോക്ക്, സംഖ്യാരേഖയിലുള്ള ഇവന്മാർ രണ്ടാളുടെയും അകലമാണ് ചോദിച്ചത് അല്ലെ. അകലമാണ് അല്ലെങ്കിൽ എന്താടാ, ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അകലമാണ് ചോദിച്ചത്. നോക്ക്, അകലം അല്ലെങ്കിൽ എന്താടാ, നോക്ക് ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാടാ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അകലം കാണാ? സംഖ്യാരേഖ നമുക്കറിയാം അല്ലെ. നോക്ക്, ഒരു ലൈൻ ഉണ്ടാവും. ആ ലൈനിൽ എന്ത് ചെയ്യും, നമ്മൾ ഒരു പോയിന്റ് മാർക്ക് ചെയ്യും. ഇവനെ 0 ഇട്ട് കൊടുത്താൽ ഇതിന്റെ വലത്തോട്ട് പോകുമ്പോൾ 1 2 3 ഇങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ടാവും. ഇങ്ങോട്ടാവുമ്പോൾ -1 -2 -3 അങ്ങനെ ഇങ്ങോട്ടും വരുന്നുണ്ടാവും അല്ലെ. ഇതാണ് അല്ലേ നമ്മളുടെ സംഖ്യാരേഖ. ഇവന്മാരുടെ ഇടയിലൊക്കെ കുഞ്ഞു കുഞ്ഞു ഫ്രാക്ഷൻസും ഡെസിമൽസും ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്താണ്, അതൊന്നും നമ്മൾ ഇതിൽ എഴുതില്ല. അപ്പൊ ഇതിൽ എന്താണ്, ഇതിലുള്ള 2 നമ്പറുകൾ തമ്മിലുള്ള അകലമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ആണ് കാര്യം കാണാന്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? അകലം കാണാൻ ചോദിച്ചാൽ മക്കൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പറിൽ നിന്ന് ഇഷ്ടമുള്ള നമ്പർ കുറയ്ക്കുക. അതായത് ഇവിടെ നോക്ക്, 2ഉം 10ഉം തമ്മിലുള്ള അകലം കാണാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇഷ്ടമുള്ള നമ്പറിന് ഇഷ്ടമുള്ള നമ്പർ കുറയ്ക്കുക. അതായത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 10ന്ന് വേണമെങ്കിൽ 2നെ കുറയ്ക്കാം. 10ന്ന് 2 കുറച്ചാൽ എത്രയാണ്, 8 ആണ്. 8 ആയിരിക്കും ഇവർ രണ്ടാളും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത്. ഇന്ന് നിങ്ങൾക്ക് തിരിച്ച് വേണമെങ്കിലും കുറയ്ക്കാം. നോക്ക്, 2ന്ന് 10 കുറയ്ക്കും, എത്ര കിട്ടാ, -8 ആയിരിക്കും അല്ലേ കിട്ടുക. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്കുള്ള അകലം -8 കിലോമീറ്റർ ആണ് എന്ന് ആരെങ്കിലും പറയൂടാ? മൈനസ് ഒരിക്കലും അകലത്തിൽ പറയൂല അല്ലെ. -8 കിലോമീറ്റർ ആണ്, എനിക്ക് അങ്ങാടിയിലേക്ക് -2 കിലോമീറ്റർ ആണ്, അങ്ങനെ പറയോ നിങ്ങൾ? ഇല്ല അല്ലെ. അകലം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്തായിരിക്കും, ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ എന്താണ്, ഇത് -8 എന്ന് എഴുതേണ്ട ആവശ്യമില്ല, 8 എന്ന് എഴുതാൻ മതി. അപ്പൊ ഈ മൈനസിനെ കളയുന്നില്ലേ, ഈ മൈനസിനെ അങ്ങനെ വെറുതെ അങ്ങ് കളയാൻ പറ്റൂല. ഈ മൈനസിനെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനൊരു യന്ത്രത്തിൽ ഇട്ട് കൊടുക്കും. ആ യന്ത്രമാണ് ഈ 2 വരകൾ. ഈ 2 വരകൾ പറയുന്ന പേരാണ് കേവല മൂല്യം അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ എന്ന്. ഓക്കെ, അപ്പൊ ഈ വരന്റെ ഈ കേവല മൂല്യം അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ ഇത് ഈ യന്ത്രത്തിന്റെ ഉള്ളിൽ ഏത് നമ്പർ കൊണ്ടിട്ടാലും അത് പോസിറ്റീവ് ആവും. നമുക്ക് -8 കൊണ്ടിട്ടാലും അത് 8 ആയി പോവും. ഇനിയിപ്പോ +8 കൊണ്ടിട്ടാലും എന്താണ്, 8 തന്നെ ആയി പോവും. അപ്പൊ എന്താ ചെയ്യേണ്ടത്, നോക്ക്, ഇവന്മാരെ കിട്ടുന്ന ആൻസറിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ യന്ത്രത്തിന്റെ ഉള്ളിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇനി അടുത്ത നോക്ക്, -2ഉം 10ഉം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പറിന് ഇഷ്ടമുള്ള നമ്പറിനെ കുറയ്ക്കുക. അപ്പൊ -2 -10 എന്ത് കിട്ടും,
കിട്ടുവടാ, എന്ത് കിട്ടും? -12 എന്ന് കിട്ടും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ആ യന്ത്രത്തിന്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കണം. എന്താ യന്ത്രം? കേവല മൂല്യം അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ. ഇതിന്റെ ഉള്ളിൽ ഇട്ടാ നിങ്ങൾക്ക് എന്താ കിട്ടുക? 12 ആണ് പുറത്തേക്ക് വരിക. അപ്പൊ എത്രയാണ് ഡിസ്റ്റൻസ്? 12 ആണ്. സിമ്പിൾ കാര്യല്ലേ? അപ്പൊ ഇതാണ് നമ്മളുടെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. സിമ്പിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ കാര്യം കഴിഞ്ഞു അല്ലെ. ഇനി രണ്ടാമത്തെ കാര്യം നോക്കുക. ഫൈൻഡ് ദ മിഡ് പോയിന്റ് ഓഫ് ഈച്ച് പെയർ ഓഫ് പോയിന്റ്സ് ഓൺ ദ നമ്പർ ലൈൻ ഡിനോട്ടഡ് ബൈ ഈച്ച് പെയർ ഓഫ് നമ്പേഴ്സ് ഗിവൺ ബിലോ. സംഖ്യാരേഖയിൽ ചുവടെ പറഞ്ഞിരിക്കുന്ന ഓരോ ജോഡി സംഖ്യകളും സൂചിപ്പിക്കുന്ന ബിന്ദുക്കളുടെ മധ്യബിന്ദുവിനെ സൂചിപ്പിക്കുന്ന സംഖ്യ കണക്കാക്കാനാണ് പറയുന്നത്. അതായത് നേരത്തെ പഠിച്ച നമ്മൾ അകലം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മിഡ് പോയിന്റ് അല്ലെങ്കിൽ എന്താടാ? മധ്യബിന്ദു ആണ്. രണ്ട് നമ്പറുകൾ തരും, അത് തമ്മിലുള്ള അകലം നമ്മൾ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മധ്യബിന്ദു ആണ് കേട്ടോ. മധ്യബിന്ദു ആണ്. രണ്ട് നമ്പറുകൾ തമ്മിലുള്ള അകലം കണ്ടു, ഇനി മധ്യബിന്ദു ആണ്. അതായത് നോക്ക്, മധ്യബിന്ദു എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ലൈൻ മിസ് വരച്ചു. ഇതിലിപ്പോ ഇവിടെ 5 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഇവിടെ എന്തുണ്ട്? ഇവിടെ നമുക്ക് ഒരു 15 എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. ഇവന്റെ മധ്യബിന്ദു എന്ന് പറഞ്ഞാൽ ഇതാ നോക്ക്, ഇവർ രണ്ടാളി നടുവില് വരുന്ന ഈ ബിന്ദു, ഈ പോയിന്റ് എത്രയാന്നാ ചോദിച്ചത്. ഇത് നമുക്ക് എഴുതാൻ പറ്റും സിമ്പിൾ ആയിട്ട്. ഇതാ നോക്ക്, നമുക്ക് എഴുതിയാൽ 10 ആയിരിക്കും. 10 നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും 5 യൂണിറ്റ് ആയിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും 5 യൂണിറ്റ് ആയിരിക്കും അല്ലെ. അപ്പൊ 10 ആണ് മധ്യബിന്ദു അല്ലെ. അപ്പൊ ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ നോക്ക് തന്നിട്ടുള്ളത് 3, 7, -4, 12, 1/4, 3/4. ഇതൊന്നും നമുക്ക് അങ്ങനെ ചിന്തിച്ച് എഴുതാൻ പറ്റൂല അല്ലെ. അപ്പൊ മക്കളെ, ഈ മധ്യബിന്ദു കാണാൻ ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് ചെയ്യണം. എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ നോക്ക്, 3ഉം 7ഉം തമ്മിലുള്ള മധ്യബിന്ദു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി അറിയോ? 3നോട് 7 കൂട്ടുന്നു, എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ രണ്ട് നമ്പറും കൂടി കൂട്ടിയിട്ട് /2 ചെയ്താൽ മതി. ഓക്കെ, ഈ രണ്ട് നമ്പറും കൂടെ കൂട്ടിയിട്ട് /2 ചെയ്താൽ മതി. അപ്പൊ എത്രയായിരിക്കും? 3 + 7 10/2 എത്രയാടാ? 5 ആയിരിക്കും ഇവന്റെ മധ്യബിന്ദു അല്ലെങ്കിൽ എന്താണ് മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. അടുത്ത നോക്ക്, -4 12, അതായത് -4 + 12 അല്ലെ. -4 + 12/2. അപ്പൊ എന്താ ചെയ്യേണ്ടത്? 12/4 എന്ന് -4 എന്ന് പറയുന്നത് 8 ആണ്. ദാറ്റ് ഈസ് 8/2 ആയിരിക്കും. 4 ആയിരിക്കും നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. സിമ്പിൾ കാര്യല്ലേ? അടുത്ത നോക്ക്, 1/4 3/4. അപ്പൊ എന്ത് ചെയ്താൽ മതി? 1/4ഉം 3/4ഉം തമ്മിൽ കൂട്ടുന്നു, /2 ചെയ്യുന്നു. 1/4 എന്ന് പറഞ്ഞാൽ കാലാണ് അല്ലെ. 3/4 എന്ന് പറഞ്ഞാൽ എന്താണ്? മുക്കാലാണ്. കാലും മുക്കാലൂടെ കൂട്ടിയാൽ എത്ര? 1 ആണ്. അപ്പൊ നോക്ക്, എന്തായിരിക്കും ആൻസർ? 1/2 അരയാണ് ആൻസർ. സിമ്പിൾ കാര്യല്ലേ? അപ്പൊ നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവനാണ്. 1ഉം പഠിച്ചു, 2ഉം പഠിച്ചു. ഇനി ഒരൊറ്റ കാര്യം കൂടിയേ നമുക്ക് പഠിക്കാനുള്ളൂ. അതാണ് എക്സിന്റെ വാല്യൂ കാണുക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എക്സിന്റെ വാല്യൂ കാണാനാണ് പഠിക്കാൻ പോകുന്നത്. ഫൈൻഡ് ദോസ് എക്സ് സാറ്റിസ്ഫൈയിങ് ഈച്ച് ഓഫ് ദി 4 ഇക്വേഷൻ ബിലോ. ചുവടെ കൊടുത്തിരിക്കുന്ന ഓരോ സമവാക്യവും ശരിയാകുന്ന എക്സ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മിസ് ആദ്യം ഇവിടെ വേറെ ചോദ്യം തരട്ടെ. ഇതാ നോക്ക്, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുന്ന 4 ആണ്. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് 4 ആണ്. അങ്ങനെയെങ്കിൽ ഈ എക്സ് എന്തൊക്കെയായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. മിസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഇതൊരു യന്ത്രമാണ്. ഈ യന്ത്രത്തിനുള്ളിൽ മൈനസ് ഇട്ട് കൊടുത്താലും പ്ലസ് ഇട്ട് കൊടുത്താലും അതിന്റെ പോസിറ്റീവ് നമ്പർ ആണ് അല്ലെ കിട്ടുക. അതായത് ഈ യന്ത്രത്തിനുള്ളിൽ -4 ഇട്ട് കൊടുത്താലും 4 ആണ് കിട്ടുക, +4 ഇട്ട് കൊടുത്താലും 4 തന്നെയാണ് കിട്ടുക. അതായത് എക്സ് എന്തായിരിക്കും? ഒന്നെങ്കിൽ -4 ആയിരിക്കും, അല്ലെങ്കിൽ 4 ആയിരിക്കും അല്ലെ. ഇനി വേറൊരു ചോദ്യം ചോദിക്കട്ടെ. അടുത്ത് നോക്കട്ടെ. mod x = 10 ആണ്. അങ്ങനെയെങ്കിൽ എക്സ് എന്തൊക്കെയായിരിക്കുംടാ? എക്സിന്റെ ഉള്ളിൽ, ഈ യന്ത്രത്തിന്റെ ഉള്ളിൽ -10 ഇട്ട് കൊടുത്താലും ഈ യന്ത്രത്തിന്റെ ഉള്ളിൽ 10 ഇട്ട് കൊടുത്താലും എന്താണ്? 10 തന്നെയാണ് അല്ലെ ആൻസർ കിട്ടുക. അപ്പൊ എന്തായിരിക്കും? എക്സ് 10 അല്ലെങ്കിൽ -10 ആയിരിക്കും. സിമ്പിൾ അല്ലേ? അങ്ങനെയെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നോക്ക്, mod x - 1 നോക്ക്, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x - 1 എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ എന്തായിരിക്കും? ഈ യന്ത്രത്തിന്റെ ഉള്ളിൽ എന്തായിരിക്കും ഉണ്ടാവുക? ഒന്നെങ്കിൽ -3 ആയിരിക്കും, അല്ലെങ്കിൽ 3 ആയിരിക്കും അല്ലെ ഉണ്ടാവുക. അപ്പൊ നോക്ക്, x - 1 എന്ന് പറയുന്നത് ചിലപ്പം എന്തായിരിക്കും? -3 ആയിരിക്കും, അല്ലെങ്കിൽ ഇവനങ്ങ് മാറ്റിയേക്കട്ടെ. യെസ്, ഇവനങ്ങ് മാറ്റി വെച്ചു. അല്ലെങ്കിൽ എന്തായിരിക്കും? അല്ലെങ്കിൽ x - 1 എന്ന് പറയുന്നത്
എന്തായിരിക്കടാ 3 ആയിരിക്കും. എക്സ് മൈനസ് 1 മൈനസ് 3 ആണെങ്കിൽ എക്സ് എന്തായിരിക്കടാ ഈ മൈനസ് 1 അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. -3 + 1 എന്താടാ വരിക -2 ആയിരിക്കും അല്ലെ. -3 + 1 എന്താണ് വലുതെന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം കേട്ടോ. ഈ നോക്കെ എക്സ് മൈനസ് 1 സമം 3 ആണെങ്കിൽ എന്തായിരിക്കും -1 അങ്ങോട്ട് കൊണ്ടുപോയി അതായത് എക്സ് സമം 3 + 1 ദാറ്റ് ഈസ് 4 ആയിരിക്കും. അതായത് എക്സ് എന്തായിരിക്കും എക്സ് -2 ഓർ 4 ആയിരിക്കും നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്ക്. എക്സ് -4 സമം 5 എന്നാ പറഞ്ഞത്. ഓക്കെ, എക്സ് -4 സമം 5 അങ്ങനെയെങ്കിൽ എന്തായിരിക്കടാ ഈ യന്ത്രത്തിന്റെ ഉള്ളിൽ ഉണ്ടാവുക? ഈ യന്ത്രത്തിന്റെ ഉള്ളിൽ ചിലപ്പം -5 ആയിരിക്കും അല്ലെങ്കിൽ 5 ആയിരിക്കും അല്ലെ. അതായത് എക്സ് -4 ചിലപ്പം -5 ആയിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കടാ എക്സ് -4 സമം 5 ആയിരിക്കും. ഓക്കെ, അത് മിസ്സിന്റെ കൂടെ തന്നെ ചെയ്യാട്ടോ. നിങ്ങൾ പെട്ടെന്ന് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചു, നിങ്ങൾ പഠിച്ചു. നോക്ക്, എക്സ് സമം എന്തായിരിക്കും -4 അങ്ങോട്ട് കൊണ്ടുപോയാൽ -5 + 4 വലുതെന്ന് ചെറുത് കുറയ്ക്കുന്നു വലുതിന്റെ ചിഹ്നം -1 ആയിരിക്കും. ദെൻ എക്സ് -4 സമം 5 ആണെങ്കിൽ 5 -4 അങ്ങോട്ട് കൊണ്ടുപോയാൽ +4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ആയിരിക്കും നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. സിമ്പിൾ കാര്യല്ലേ? അങ്ങനെയെങ്കിൽ ഇത് സി നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണ്. നിങ്ങൾ ചെയ്തു നോക്ക്. x+1 മോഡ് x+1 എന്ന് പറയുന്നത് 2 ആണ്. അങ്ങനെയെങ്കിൽ എക്സ് എന്താന്നുള്ളതാ ചെയ്തു നോക്കില്ലേ, എന്നിട്ട് കമന്റ് ചെയ്യാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എക്സ് കാണാനുള്ളത് തന്നെയാണ്. ഫൈൻഡ് ദോസ് എക്സ് സാറ്റിസ്ഫൈങ് ഈച്ച് ഓഫ് ദി ഇക്വേഷൻ ബിലോ. ചുവടെ കൊടുത്തിരിക്കുന്ന ഓരോ സമവാക്യവും ശരിയാവുന്ന എക്സ് കാണാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നേരത്തെ നമ്മൾ എക്സ് കണ്ടപ്പം എന്തായിരുന്നുടാ എക്സ് കാണാനുള്ളതിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ കേവല മൂല്യം അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ ഉണ്ടായിരുന്നു, ഒരു ഭാഗത്ത് നമ്പറും ഉണ്ടായിരുന്നു. ഇത് കാണാൻ സിമ്പിൾ ആണ് അല്ലെ. ഇനി നോക്കുക, അടുത്തത് ഈ ടൈപ്പിലാണ് എക്സ് കാണാൻ വരിക. 2 ടൈപ്പിൽ മാത്രമേ എക്സ് നിങ്ങൾക്ക് കാണാൻ വരുള്ളൂ കേട്ടോ. അപ്പൊ നോക്ക്, ഈ ടൈപ്പിലാണ് നിങ്ങൾക്ക് അടുത്തത് എക്സ് ചോദിക്കുന്നത്. എങ്ങനെയാ ചെയ്യാ? നിങ്ങളോട് പറയും ഇത് മധ്യബിന്ദു കാണാനാണ്, അങ്ങനെ എന്തൊക്കെയോ പറയും. നിങ്ങൾ അതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്. ഇവിടെ നോക്ക്, -1 ഉണ്ട് അല്ലെ, -1 ഉണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് ആരാണ്? +1 ആണ് അല്ലെ. ഇവിടെ -3 ഉണ്ട്, അതിന്റെ ഓപ്പോസിറ്റ് ആരാണ്? 3 ആണ്, +3 ആണ് അല്ലെ, +3 ആണ്. ഇവന്മാരെ രണ്ടാളെയും തമ്മിൽ കൂട്ടുക, എന്നിട്ട് /2 ചെയ്യുക. അതായത് 3 + 1 എത്രയാടാ? 4/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആയിരിക്കും എക്സ് എന്ന് പറയുന്നത്. സിമ്പിൾ. ഇനി അടുത്ത നോക്ക്, ഇവിടെ ഒരു +2 ഉണ്ട്. +2ന്റെ ഓപ്പോസിറ്റ് -2. ഇവിടെ -6 ഉണ്ട്. -6ന്റെ ഓപ്പോസിറ്റ് 6 ആണ്, +6 ആണ് അല്ലെ. ഇവന്മാരെ രണ്ടാളെയും കൂട്ടുന്നു, /2 ചെയ്യുന്നു. നോക്ക്, -2 + 6 വലുതെന്ന് ചെറുത് കുറയ്ക്കണം, വലുതിന്റെ ചിഹ്നം 4/2 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആയിരിക്കും നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. സിമ്പിൾ. ഇനി അടുത്ത ഒന്നുകൂടെ മിസ്സിന്റെ കൂടെ ചെയ്തോക്കെ. +5 എന്ത് എഴുതണം? അതിന്റെ ഓപ്പോസിറ്റ് -5. ഇനി +1 എന്ത് എഴുതണം? അതിന്റെ ഓപ്പോസിറ്റ് -1. ഇവന്മാർ രണ്ടാളെയും കൂട്ടുന്നു, -5 -1 കൂടെ കൂട്ടിയാൽ എന്താണ്? 5 1 6 ആണ്. ഒരു മൈനസ് ഇട്ട് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് -6. എന്ത് ചെയ്യാ? /2 ചെയ്യാ. അതായത് എന്തായിരിക്കും? -3 ആയിരിക്കും നിങ്ങളുടെ ആൻസർ. സിമ്പിൾ കാര്യല്ലേ? സിമ്പിൾ അല്ലേ? അങ്ങനെയെങ്കിൽ നോക്ക് ഇതും കൂടെ ചെയ്ത് നോക്ക്. കേവല മൂല്യം ഓഫ് എക്സ് എന്ന് പറയുന്നത് മോഡ് x -4 ആണ് എന്നാ പറഞ്ഞത്. അപ്പൊ നോക്ക്, ഈ എക്സിന്റെ കൂടെ ആരും ഇല്ല അല്ലെ. ഇങ്ങനെ ആരോരും ഇല്ലാത്ത എക്സിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു -0 എന്ന് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഒരു -0 എന്ന് ഇട്ട് കൊടുക്കുക, ഇവിടെ ഒരു -0 എന്ന് ഇട്ട് കൊടുക്കുക. ഓക്കെ, എക്സിന്റെ കൂടെ ആരും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഒരു വെറുതെ ഒരു 0 ഇട്ട് കൊടുക്കുക. -0 +0 എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നോക്ക്, ഇവിടെ x -0 ഈക്വൽ ടു x -4. -0ന്റെ ഓപ്പോസിറ്റ് -0 ആയിക്കോട്ടെ, +0 ആയിക്കോട്ടെ, ഓപ്പോസിറ്റ് 0 തന്നെ, 0. ദെൻ അടുത്ത് -4ന്റെ ഓപ്പോസിറ്റ് എന്താടാ? +4 ആണ് അല്ലെ. ഇവന്മാർ രണ്ടാളെയും കൂട്ടുന്നു, /2 ചെയ്യുന്നു, 4/2 2 ആയിരിക്കും ആൻസർ. ഇനി അടുത്ത സിമ്പിൾ ആണ്. അടുത്ത നോക്ക്, 0ന്റെ ഓപ്പോസിറ്റ് 0 തന്നെയാണ്. -1ന്റെ ഓപ്പോസിറ്റ് +1 ആണ്. ഇവരെ രണ്ടാളെയും കൂട്ടുന്നു, /2 ചെയ്യുന്നു, 1/2. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. നോക്ക്, ഇനി അടുത്തും കൂടെ ഉണ്ട്. +10 ഇതിന്റെ ഓപ്പോസിറ്റ് -10 ആണ്. ഇനി ഇവിടെ 0ന്റെ ഓപ്പോസിറ്റ് 0 തന്നെയാണ്. ഇവന്മാർ രണ്ടാളെയും കൂട്ടുന്നു, /2 ചെയ്യുന്നു, -10/2 എത്രയാടാ? -5 ആണ് ആൻസർ.
സിമ്പിൾ കാര്യല്ലേ? അപ്പോടാ ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് പഠിക്കാന്, ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാന്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ സെറ്റാണ്. ഇതിൽ നിന്ന് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്ത് പറ്റും, ഇത് ആൻസർ ചെയ്യാൻ പറ്റും, സെറ്റാക്കാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അപ്പൊ നോക്ക്, ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻ ആയിരിക്കും വരാന്നുള്ളതാണ് അല്ലെ. ആ എല്ലാ ക്വസ്റ്റ്യനും ആയിട്ടായിരിക്കും നമ്മൾ നാളെ രാവിലെ 8 മണിക്ക് നിങ്ങളെ മുന്നിൽ വരാൻ പോകുന്നത്. അപ്പൊ ആരും അത് മിസ് ചെയ്യരുത്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മളുടെ ലൈവിൽ എത്തുക കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ റെഡി? അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.